ഓം ശ്രീ മഹാഗണപതി നമ. ഓം ശ്രീ സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണ. ജഗന്നാഥ വിഷ്ണു ഹരിനാരായണ. ഇന്ന് നമ്മള് നാരായണീയം ദശകം 1 രണ്ടാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 1 ശ്ലോകം 2. ഏവം ദുർലഭ്യവക്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഠാവഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമ. ആദ്യം നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് പറയാം. ഏവം ഇപ്രകാരം, ദുർലഭ്യവസ്തുനി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വസ്തു, അപി ആയിട്ടുകൂടി, ഏവം ദുർലഭ്യവസ്തുന്യപി ഇപ്രകാരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വസ്തു ആയിട്ട് കൂടി, സുലഭതയാ ഹസ്തലബ്ധേ സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും, ഏതന്യത് വേറെ അന്യമായ എന്തിനെയെങ്കിലും, തന്വാ വാചാ ധിയാ വാ ശരീരം വാക്ക് മനസ്സ് ഇവ കൊണ്ട്, ഭജതി ബദ ഭജിക്കുന്നത് കഷ്ടമാണ്, ജനങ്ങൾ, ക്ഷുദ്രദൈവ സ്ഫുടേയം ക്ഷുദ്രത എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം, ക്ഷുദ്രതയേവ എന്നാൽ വിഡ്ഢിത്തം തന്നെ, സ്ഫുടേയം തികച്ചും, ക്ഷുദ്രദൈവ സ്ഫുടേയം എന്ന് പറഞ്ഞാൽ തികച്ചും വിഡ്ഢിത്തം തന്നെയാണ്. ഏതേ താവദ്വയം തു ഈ ഞങ്ങളൊക്കെ ആകട്ടെ, എന്നാൽ ഈ ഞങ്ങളൊക്കെ ആകട്ടെ, ഏതേ ഈ താവത് എന്ന് പറഞ്ഞാൽ ആകട്ടെ, വയം ഞങ്ങൾ, തു ഒക്കെ. അപ്പോൾ ഏതേ താവദ്വയം തു എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ഞങ്ങളൊക്കെ ആകട്ടെ, സ്ഥിരതര മനസ്സാ ഉറച്ച മനസ്സോടെ, വിശ്വപീഠാപഹത്യെ വിശ്വപീഠ എന്ന് പറഞ്ഞാൽ ലോക ദുഃഖങ്ങൾ, അപഹത്യെ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുവാനായിട്ട്, വിശ്വപീഠാപഹത്യെ ലോക ദുഃഖങ്ങൾ ഇല്ലാതെയാക്കുവാനായിട്ട്, നിശേഷാത്മാനം ഏനം നിശേഷാത്മാനം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും ആത്മാവായിരിക്കുന്ന ഈ ഗുരുപവനപുരാധീശം ഗുരുവായൂരപ്പനെ യവാശ്രയമ മാത്രം ആശ്രയിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്ന് പറയാം. അതായത് നാരായണീയം ദശകം 1 ഒന്നാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞത്, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യമായ പൂർണ്ണമായ പരമാർത്ഥമാണ് ഗുരുവായൂരപ്പനായി രൂപമെടുത്ത് ശ്രീ ഗുരുവായൂരിൽ വിളങ്ങുന്നത് എന്നാണ്. മഹായോഗീശ്വരന്മാർ അനേക വർഷത്തെ ജപം തപം ധ്യാനം ഒക്കെ ചെയ്തിട്ടാണ് ഈ പരമാർത്ഥ തത്വം എന്താണ് എന്ന് അവർക്ക് ഒന്ന് അറിയാനെങ്കിലും സാധിക്കുന്നത്. അങ്ങനെ ഇപ്രകാരം ദുർലഭമായിരിക്കുന്ന ആ പരബ്രഹ്മമാണ് ശ്രീ ഗുരുവായൂരപ്പനായി രൂപമെടുത്ത് ശ്രീ ഗുരുവായൂരമ്പലത്തിലെ നട തുറക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ പ്രകാശിക്കുന്നത്. ഇത്രയും ദുർലഭമായ വസ്തു സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും മറ്റെന്തിനെയെങ്കിലും ജനങ്ങൾ മനസ്സാ വാച കർമ്മണ ഭജിക്കുന്നത് തികച്ചും ഒരു വിഡ്ഢിത്തം തന്നെ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. എന്നാൽ മേൽപ്പത്തൂർ ഉൾപ്പെടെയുള്ള ഈ വിഷ്ണു ഭക്തന്മാരായ ഞങ്ങളാകട്ടെ ലോക ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായി ഉറച്ച മനസ്സോടുകൂടി ഈ പ്രപഞ്ചത്തിലെ സകലതിന്റെയും ആത്മാവായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.